മലയാളത്തിലെ കുറ്റാന്വേഷണ നോവലുകളിൽ ചിലത് മാത്രം എങ്ങനെയാണ് അന്വേഷണത്തിലെ ആധികാരികത കൊണ്ടും തെളിവുകൾ തേടിയുള്ള ഉദ്വേഗജനകമായ ത്രില്ലടിപ്പിക്കുന്ന യാത്രകൾ കൊണ്ടും ജനപ്രീതി നേടുന്നത്? അതിനുള്ള ഉത്തരം തരുന്ന കുറ്റാന്വേഷണ സാഹിത്യ പുസ്തകമാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച രജത് ആർ എഴുതിയ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്ന നോവൽ. നോവലിസ്റ്റിൻ്റെ പേര് ഈ പുസ്തകത്തിൽ രജത് ആർ എന്ന് മാത്രമാണ് ഉള്ളതെങ്കിലും രജത് ആർ ശരിക്കും ഡോക്ടർ രജത് ആർ ആണ്. കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അനാറ്റമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒരു ഫോറൻസിക് സർജൻ പിന്നീട് IPS ഓഫീസറായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യം ഈ നോവലിലേക്കുള്ള സ്വാഗതവാക്യമായി എഴുതിയിട്ടുണ്ട്. നമ്മുടെ കുറ്റാന്വേഷണങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ ഒരു ഫോറൻസിക് സർജൻ കൂടിയാണെങ്കിൽ കൊലപാതക സ്ഥലങ്ങളിൽ, മൃതശരീരങ്ങളിൽ, ആക്രമിക്കപ്പെട്ട പെണ്ണിൻ്റെ പൊക്കിളിനരികിൽ വരെ ഉള്ള ചില പാടുകളിൽ നിന്നൊക്കെ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇതാ ക്രൈം സീനുകളും ആയുധങ്ങളും മൃതശരീരങ്ങളും എല്ലാമുള്ള ഇടങ്ങളിലൂടെ ആധികാരികമായി കുറ്റവാളികളെ പിടികൂടുന്നതിൽ മെഡിക്കൽ സയൻസിന്, പ്രത്യേകിച്ച് ഫോറൻസിക് മെഡിസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആവേശകരമായി തെളിയിക്കുന്ന പുസ്തകമായ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്ന നോവൽ. ഈ നോവലും നോവലിൻ്റെ രചയിതാവായ ഡോക്ടർ രജത് ആറുമാണ് ഇന്ന് നമ്മോടൊപ്പം തത്സമയമുള്ളത്. സ്വാഗതം രജത് ആർ. ഇതിൽ നമസ്കാരം. സ്വാഗതം എന്ന് ഞാൻ താങ്കളെ വിളിച്ച ഇതിലേക്ക് അഭിസംബോധന ചെയ്ത് സ്വാഗതം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ നോവലിലെ 3 പ്രധാനപ്പെട്ട അധ്യായങ്ങളിലും ഫോറൻസിക് സർജൻ കൂടിയായ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ കുറ്റകൃത്യത്തിൻ്റെ ഇടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില ഫോൺ കോളുകളോ രഹസ്യ സന്ദേശങ്ങളോ ഒക്കെയാണ്. ഒരു ഫോറൻസിക് സർജൻ കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമായി അതിലേക്ക് എത്തിപ്പെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ രീതികളൊക്കെ മാറുന്നു. ഫോറൻസിക് മെഡിസിന് ആ കുറ്റകൃത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാൻ കഴിയുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിൽ സഹായം നൽകാൻ കഴിയുമെന്ന് വായനക്കാർക്ക് ഒരു തരത്തിലും ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രമേൽ ആധികാരികമായി ശാസ്ത്രീയമായിട്ട് പിന്തുടർന്ന് എഴുതുന്ന ഒരു രചനാ രീതിയാണ് ഈ പുസ്തകത്തെ ഒരുപക്ഷെ വായനക്കാരിലേക്ക് പ്രിയപ്പെട്ടതാക്കി തീർക്കുന്നത്. പ്രത്യേകിച്ചും സംഭ്രമജനകമായ കുറ്റാന്വേഷണ നോവലുകൾ പ്രിയപ്പെടുന്ന വായനക്കാരെ സംബന്ധിച്ചിട്ട്. താങ്കളെ സംബന്ധിച്ചിട്ട് ഈ ഒരു പുസ്തകത്തിലേക്ക് ഉള്ള വരവ് എങ്ങനെയാണ്? നേരത്തെ താങ്കളുടെ ആദ്യത്തെ നോവൽ തന്നെ ഒരു ഫോറൻസിക് സർജൻ്റെ വീക്ഷണകോണിലൂടെയും പ്രവൃത്തി പദത്തിലൂടെയുമുള്ള ഒരു നോവലായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ ഫ്രൈഡേ ഫോറൻസിക് ക്ലബിലേക്ക് എങ്ങനെയാണ് രജത് ആർ എത്തിയത്? ഈ ഫോറൻസിക് മെഡിസിൻ എന്നുള്ളൊരു ശാസ്ത്രശാഖ എപ്പോഴും എന്നെ ഉദ്യോഗഭരിതൻ ആക്കിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരെയും അത് ഉദ്യോഗഭരിതം ആക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും മരണങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാം എന്നതിലൊരു ഉത്കണ്ഠ എപ്പോഴും ഉണ്ട്. കാരണം അതിന് 2 വശങ്ങളാണ്. ഒന്ന്, അത് അറിയാനുള്ള താല്പര്യം. അതിന് പുറമെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയാൽ പിന്നെ ഒരു ഊഹാപോഹത്തിന് ഇടയില്ലാത്ത രീതിയിൽ അത് തെളിയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതെപ്പോഴും എല്ലാവരും വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫോറൻസിക് അന്വേഷണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നോവൽ എഴുതുമ്പോൾ ഞാൻ പലതരം കഥകൾ വായിക്കാനും എഴുതാനും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ മേഖല എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് ഞാൻ ഈ കഥ എഴുതാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ നോവൽ ഒരു ഫോറൻസിക് സർജന് നായകനായാൽ അയാൾ കേസന്വേഷണത്തിൽ എന്തെല്ലാമായിരിക്കും അയാളുടെ പങ്ക് എന്നത് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ കഥ മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായും ആ നായകന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതിലൊന്ന് അയാളുടെ ഒരു അധികാരത്തിന്റെ പരിമിതികളായിരുന്നു. എന്തൊക്കെ തന്നെ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും അതിലൊരു വലിയ ടീം എഫേർട്ട് എപ്പോഴും ആവശ്യമാണ്. ഈ നമ്മൾ കണ്ടെത്തുന്ന തെളിവുകൾ അത് കോടതിയിലെത്തി അത് യഥാർത്ഥ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നിടത്താണ് ഒരു കുറ്റകൃത്യത്തിന് പരിസമാപ്തി എന്നത്, ശരിക്കും ഒരു കുറ്റകൃത്യത്തിന്റെ പരിസമാപ്തി എന്നത് കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോഴാണ്. അപ്പൊ അതുവരെ എത്രത്തോളം ഒരു ഫോറൻസിക് സർജന് നിൽക്കാനാവും എന്നത് എഴുതി വരുമ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് തോന്നി. അപ്പോ എന്നോടൊപ്പം ആ നായകനും അല്ലെങ്കിൽ ആ നായകനോടൊപ്പം ഞാനും ചിന്തിച്ചു എങ്ങനെ ഈ വെല്ലുവിളി നിന്ന് മുന്നോട്ട് പോകാമെന്നുള്ളത്. അപ്പൊ ഫിക്ഷനാണ്. അപ്പൊ നമുക്ക് ഫിക്ഷന്റെ പല സാധ്യതകൾ നമുക്കതിൽ പരീക്ഷിക്കാവുന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ
ഈ എല്ലാവരും കൂടി ഒത്ത് ഇണങ്ങി കൈകോർത്ത് പല മേഖലകൾ തമ്മിൽ കൈകോർത്ത് നിൽക്കുമ്പോഴാണ് എപ്പോഴും ഒരു ഉദ്ദേശ ശുദ്ധിയുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിന് നല്ലൊരു പരിണാമം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഫിക്ഷനാണ് നമുക്ക് നമ്മുടെ ഭാവനയെ നന്നായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രജതാർ ഇപ്പോൾ കൊല്ലത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അനാറ്റമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആണല്ലോ. നേരത്തെ എറണാകുളത്ത് മെഡിക്കൽ കോളേജിൽ കളമശ്ശേരിയിലുള്ള മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിരുന്നു രജതാറിൻ്റെ വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്കുള്ള അനുഭവ പരിസരങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിനുശേഷം അനാറ്റമിയിലെ ഈ പറയുന്ന ഇപ്പോഴത്തെ താങ്കൾ തസ്തികയിലേക്ക് വരുന്നു. അവിടെ ഒരു മെഡിക്കൽ കോളേജിലെ, അവിടെ എന്ന് പറയുമ്പോൾ ഈ നോവലിൽ അതൊരു സാന്ദർഭിക സ്ഥലമായിക്കൊള്ളട്ടെ, ഒരു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ചിലർ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒത്തുകൂടിക്കൊണ്ട് പ്രധാനപ്പെട്ട ചില കുറ്റകൃത്യങ്ങളും അത് തെളിയിക്കുന്നതിൽ ഫോറൻസിക് മെഡിസിൻ്റെ സഹായത്തോടെ എങ്ങനെ സാധിച്ചുവെന്നും ചർച്ച ചെയ്യുന്ന ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ്, ആ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 3 കുറ്റകൃത്യങ്ങൾ, ആ 3 കുറ്റകൃത്യങ്ങളിൽ എങ്ങനെയാണ് ഫോറൻസിക് മെഡിസിന് അതിൻ്റെ അന്വേഷണത്തിലേക്ക് പ്രധാനപ്പെട്ട നാഴികക്കല്ലായി മാറാൻ കഴിഞ്ഞത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്നുള്ള ആ ആശയത്തിലൂടെ ഈ നോവൽ കൊണ്ടുപോകണമെന്നുള്ള വിചാരം എങ്ങനെയാണ് വന്നത്? അത് മെഡിക്കൽ കോളേജുകളിൽ പൊതുവെ എല്ലാ വിഭാഗങ്ങളിലും തന്നെയും മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ അക്കാദമികമായ ചർച്ചകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫോറൻസിക് മെഡിസിൻ വകുപ്പിലും ഇത്തരം അക്കാദമികമായ ചർച്ചകൾക്ക് ഒരു ദിവസം നീട്ടിവെക്കും. അപ്പൊ അതിന്റെ കൂടെ ഫിക്ഷന്റെ സാധ്യതകൾ കൂടി ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ, അതിന് കുറ്റകൃത്യങ്ങളുടെ ഫോറൻസിക് വശങ്ങൾ, എന്നാൽ ആ ചർച്ച ചെയ്യുന്ന കേസുകളെല്ലാം കൂടി അതിനെ കോർത്തിണക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു പങ്കുണ്ടല്ലോ എന്നത് എന്നെ ആകർഷിച്ചു. അപ്പൊ അതിൽ നിന്നാണ് ഈ ഒരു രീതിയിലെ ഒരു നരേഷൻ ഈ ബുക്കിന് കൈക്കൊള്ളാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയത്. ഈ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന ഈ നോവൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കാൻ എടുക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിട്ട്, വായനക്കാരിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തി വിചാരിക്കുക ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ നോവലിൻ്റെ ഒരു പൊതുവായ ശീർഷകമാണ്, ഒരു പ്രധാനപ്പെട്ട കഥ അതിലൂടെ നോവലിൻ്റെ രൂപത്തിൽ പറഞ്ഞു പോകുന്നു എന്നുള്ള വിചാരമായിരിക്കും. പക്ഷേ ആ വിചാരത്തെ തകിടം മറിക്കുകയും അത് 3 കുറ്റകൃത്യങ്ങളിലൂടെ അത് യാത്ര ചെയ്യുകയും ആ യാത്രയിലുടനീളം ഫോറൻസിക് മെഡിസിൻ ഏത് രീതിയിൽ നമ്മുടെ കുറ്റാന്വേഷണ മേഖലയിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത്, അത് തുടങ്ങുന്നത് തന്നെ അതിലെ വരികൾ എന്ന് പറയുന്നത്, കല്ലുകൊണ്ടുള്ള പ്രഹരങ്ങളേറ്റ് അവളുടെ തലയോട്ടി തകർന്നു, ബോധം മറഞ്ഞു. ഈ ഒരു വാക്യത്തോടു കൂടിയാണ് ഈ നോവലിലെ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ വരികൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അവളുടെ തലയോട്ടി തകർന്നു എന്നുള്ള ഈ വരി വായിക്കുമ്പോൾ തന്നെ സമീപകാലത്തെ കേരളത്തിലെ നിരവധിയായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളുടെ സ്മരണ വായനക്കാരിലേക്ക് വരും. പ്രത്യേകിച്ചും ചുറ്റി കൊണ്ടുള്ള അടിച്ചുള്ള നിരന്തരമായിട്ടുള്ള കൊലപാതക പരമ്പര ഒരു ഭാഗത്ത്, നരബലി പോലെയുള്ള കൊലപാതകങ്ങളുടെ സമീപകാല ഭൂതകാല ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞ് കൊല്ലപ്പെടുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡേ ക്ലബ്ബിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെയും ഈ നോവലിനകത്ത് രജതാറ് സ്വന്തം മെഡിക്കൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ സർഗാത്മകമായ ഭാവന ഉപയോഗിച്ചുകൊണ്ടും ഇത് എഴുതുമ്പോൾ തന്നെ, അതല്ലാതെ നമ്മുടെ ഈ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കുറ്റകൃത്യങ്ങളുടെയും വാർത്ത കേൾക്കുമ്പോൾ ഈ ഒരു വാർത്തയിൽ ഒരു ഫോറൻസിക് സാധ്യതയുണ്ടല്ലോ, ഇതിലൊരു ഫോറൻസിക് അന്വേഷണത്തിനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള വിചാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ഉണ്ടാവാറുണ്ട്. അത് പണ്ട് മുതൽ തന്നെ, എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയും ഓരോ കുറ്റകൃത്യത്തിന്റെയും ഫോറൻസിക് വശങ്ങൾ ആകർഷിച്ചിട്ടുണ്ട്. ആ വശങ്ങളെല്ലാം നോക്കുകയും അത് നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോറൻസിക് വശത്തിലൂടെ ഇത് തെളിയുകയാണെങ്കിൽ അത് നമുക്കും സമൂഹത്തിനും എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ അതിലെ ഓരോ പുതിയ ഇൻവെൻഷൻസും ഓരോ പുതിയ വരുന്ന ടെസ്റ്റുകളും എല്ലാം തന്നെയും വളരെ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കാറുണ്ട്. ഈ നോവലിൽ സൂചിപ്പിച്ചിട്ടുള്ള 3 സംഭവങ്ങൾ, ആ 3 സംഭവങ്ങൾക്ക് നടന്ന ഏതെങ്കിലും സംഭവങ്ങളുമായിട്ട് പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ പരോക്ഷത്തിലോ ഉള്ള ബന്ധങ്ങളുണ്ടോ? അത് നടന്നവയായതുകൊണ്ട് അവയുടെ അതുമായി ബന്ധപ്പെട്ടവർക്ക് അത് പ്രശ്നമാകാതിരിക്കുന്നതിന് വേണ്ടി അവയുടെ പേര് മാറ്റി സ്ഥലവും സന്ദർഭവും അതിലെ വ്യക്തികളുടെ പേരുകളും ഒക്കെ മാറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണോ?
അതോ പൂർണ്ണമായും ഫിക്ഷനാണോ? ആ, ആ, തീർച്ചയായും പൂർണ്ണമായും നടന്ന സംഭവങ്ങൾ അതേപടി എഴുതിയിരിക്കുന്നത് അല്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതുവായ സ്വഭാവം കൂടി അതിന് ഉണ്ട്. എല്ലാത്തിലേക്കും നമുക്ക് അതിനെ ഇഴപിരിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പൊതുവായ സ്വഭാവമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കഥകളാണ്. അപ്പൊ തീർച്ചയായും ഇത് വായിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായിട്ടെല്ലാം നമുക്ക് കണക്ഷൻ തോന്നും. എന്നാൽ അതേ സമയത്ത് ഇവയെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫിക്ഷന്റെ സാധ്യത കൂടി ഉപയോഗിച്ചിട്ട് ഉണ്ട്. ഇതിൽ ഈ ഒരു നോവലിലെ ഒരു അധ്യായത്തിലെ ഒരു ഭാഗം ഞാൻ പെട്ടെന്നൊന്ന് വായിക്കുകയാണ്. വൈകുന്നേരം 6:30 എക്സ് ജംഗ്ഷനിൽ ബുള്ളറ്റിൻ്റെ തുടികൊട്ട് മുഴങ്ങി. CI പോൾ തലേന്ന് യാത്ര ചെയ്തിരുന്നത് പോലെ തന്നെ ഒരു ബൈക്ക് കിഴക്ക് നിന്നുള്ള റോഡിലൂടെ വന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തെക്കോട്ട് തിരിഞ്ഞു. റോഡിൻ്റെ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിയിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിച്ച് തന്നെ വാഹനം നീങ്ങി. എതിർവശത്ത് നിന്ന് ഒരു ടിപ്പർ അതിസാധാരണമായി അതിലൂടെ കടന്നുപോയി. കുറച്ചു ദൂരത്തിനകം വളവ് തിരിഞ്ഞ് ബൈക്ക് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അല്പസമയത്തിന് ശേഷം ആ ബൈക്ക് ജംഗ്ഷനിലേക്ക് തന്നെ തിരികെ എത്തി. അവിടെ ഉണ്ടായിരുന്ന ചെറുസംഘം ആകാംക്ഷയോടെ അത് വീക്ഷിച്ചു. ഇത് 13-ാമത്തെ അധ്യായമാണ്. 12-ാമത്തെ അധ്യായം കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോഴാണ് ഈ എഴുത്തിൻ്റെ പ്രത്യേകത. അത് അതിനു മുൻപുള്ള പല സംഭവങ്ങളുമായി ഏതൊക്കെ തരത്തിൽ കൊളുത്തിപ്പിടിച്ചിരിക്കുന്നു, ആ കൊളുത്തുകൾ ഇനിയുള്ള അധ്യായങ്ങളിൽ ഏതൊക്കെ രീതിയിൽ അഴിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത്. ഒരു ത്രില്ലർ എഴുതുമ്പോൾ, ഒരു കുറ്റാന്വേഷണ രചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹരം താങ്കളുടെ തലച്ചോറിനെ മതിക്കാറുണ്ടോ? തീർച്ചയായും നമ്മൾ കഥ എഴുതുമ്പോൾ കുറ്റാന്വേഷണ നോവൽ പൊതുവെ അതിന്റെ പ്ലോട്ടിനോട് ചേർന്ന് സഞ്ചരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു എഴുത്ത് രീതിയിൽ വരുന്നത്. അപ്പോ പലപ്പോഴും എഴുതുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലെത്തണം. എന്തായിരിക്കും ആ കഥാപാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുക? അത് ശരിക്കും അവരുടെ മാനസിക അവസ്ഥകളെയും ചുറ്റുപാടുകളെയും സാമൂഹിക സാഹചര്യങ്ങളെയും ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളും അതിലൂടെ കയറി പോവുകയാണ്. അപ്പോ ആ അന്തരീക്ഷം തീർച്ചയായും എഴുത്തിന്റെ സമയത്ത് നമ്മളെ ഹരം പിടിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹരത്തിൽ നിന്ന് തന്നെയാണ് തുടർച്ചയായി പിന്നെയും എഴുതാനുള്ള ഒരു ആവേശവും ആ കഥ മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശവും എല്ലാം കിട്ടുന്നത്. രജതാറിനെ സംബന്ധിച്ചിട്ട് കുട്ടിക്കാലം മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കുറ്റാന്വേഷണ തൽപരതയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു വായനാ പാരമ്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഏതൊക്കെ തരത്തിലുള്ള വായനകൾ? ഒടുവിൽ ഈ പുസ്തകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഷെർലക് ഹോംസിൽ നിന്നൊക്കെ ആരംഭിച്ച് ഏറ്റവും ഒടുവിൽ GR ഇന്ദുഗോപനിലേക്ക് വരെ എത്തിച്ചേർന്ന് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് തോക്ക് പിടിച്ചുയർത്തുന്ന, ഞാൻ കൈ പിടിച്ചുയർത്തുന്ന എന്നുള്ള വാക്കിന് പകരം തോക്ക് പിടിച്ചുയർത്തുന്നതെന്ന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇത് കാരണം കുറ്റാന്വേഷണമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വരവുണ്ടായിട്ടുള്ളത്? എല്ലാത്തരം വായനകളും എനിക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന വായനയിലേക്ക് പരിമിതപ്പെട്ട് നിൽക്കുക എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വായനയുടെ തുടക്ക സമയത്ത് ഈ കുറ്റാന്വേഷണ നോവലുകൾ ഒരുപാട് വായിച്ചിരുന്നു. പിന്നെ നിശ്ചിതമായ ഘട്ടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വായന ഒന്ന് നിന്ന് പോകുമ്പോഴെല്ലാം തിരിച്ചു കയറാനുള്ള ഒരു ഉപാധിയായിട്ട്, വായനയിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു ഉപാധിയായിട്ട് കുറ്റാന്വേഷണ നോവലുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ഹരം പിടിപ്പിക്കുന്ന രീതി അതെല്ലാം തീർച്ചയായും ഇഷ്ടമാണ്. പിന്നെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്ന എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട് അതിൻ്റെതായ. കുറ്റകൃത്യങ്ങൾക്ക്, ജീവിത സാഹചര്യങ്ങൾക്ക്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെ വായനയെ ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സ്ഥിരമായിട്ട് അതിൽ കുറ്റാന്വേഷണ നോവലുകൾ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ തുടർച്ച തന്നെ ആയിരിക്കാം എഴുത്തിലേക്കും വരുന്നത്. ഈ കുറ്റാന്വേഷണ നോവലുകൾ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രക്തരൂക്ഷിതമായിട്ടുള്ള സംഭവഗതികൾ എന്ന രീതിയിലായിരിക്കും പലരും വിചാരിച്ചു പോവുക. പക്ഷേ ഇവിടെ രജതാറിൻ്റെ പ്രത്യേക രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പലതരം വ്യക്തികളുണ്ടാവുമല്ലോ ഏതൊരു ക്രൈം സീനിലും. അവിടെയുള്ള ഒരു വ്യക്തിക്ക് പ്രത്യക്ഷത്തിൽ പ്രചാരത്തിലില്ലാത്ത, അധികമൊന്നും പറഞ്ഞു കേൾക്കാത്ത ഒരു പ്രത്യേകതരം അസുഖമുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ആ അസുഖം വന്നാൽ ആ വ്യക്തിക്ക് കേൾവി ശക്തിയെ അത് പ്രത്യേക രീതിയിൽ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ കാഴ്ച ശക്തിയെ ഒരു പ്രത്യേക നോട്ടത്തിൽ ആ വ്യക്തിയുടെ കാഴ്ച കുറഞ്ഞു പോകുമെന്നോ എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ, ആ നിരീക്ഷണങ്ങളാണ് പ്രത്യേക ഘട്ടത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ പറയുന്ന പ്രത്യേകതരം ഫോറൻസിക് മെഡിസിനിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന സവിശേഷ
സവിശേഷമായ അപൂർവത നിറഞ്ഞ കാര്യങ്ങളെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഥാഗതിയും സന്ദർഭവും ഉണ്ടാക്കുകയും ചെയ്യുന്നതാണോ എഴുത്തിൻ്റെ ഒരു രസതന്ത്രം? എഴുത്തിന്റെ ആ ഒരു രസതന്ത്രത്തിന് അത്ര ഇഴകേറി സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ദിവസവും നമ്മൾ കാഴ്ചയിൽ കാണുന്ന പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു കുറ്റകൃത്യത്തിന്റെ സാധ്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു കഥയുടെ ത്രെഡ് വികസിച്ച് പോവാം. ഇപ്പൊ ദിവസവും കാണുന്ന കാര്യങ്ങളിൽ തന്നെ ചില രോഗങ്ങളാവാം, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില സാഹചര്യങ്ങളാവാം, ചില മനോവിചാരങ്ങളാവാം. അവയെല്ലാം ഒരു കുറ്റകൃത്യത്തിലേക്ക് കൂടി നീണ്ടേക്കാമോ എന്നൊരു തോന്നൽ എപ്പോഴും വരാറുണ്ട്. അതുപോലെ തിരിച്ചും ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ചില മാനസിക വിചാരങ്ങൾ, രോഗങ്ങൾ അങ്ങനെയുള്ളത് കൂടുതൽ വ്യാപ്തിയിലേക്ക് അതിനെ നോക്കിക്കഴിഞ്ഞ് അതിനെ ഇലാബറേറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് ഉള്ള ചിന്തകൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഒരു കഥയിലേക്ക് എപ്പോഴും എത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്ന പുസ്തകം എഴുതിയ രജത് ആറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. രജത് ആർ, ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, വായനക്കാർക്ക് വേണ്ടി നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഈ നോവലിലെ ഒരു ചാപ്റ്ററിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ താങ്കൾക്ക് വായനക്കാർക്ക് വേണ്ടി വായിക്കാനുള്ള ഒരു അവസരമാണ് ഇനിയുള്ളത്? ഒരു അവസരം തന്നതിന് നന്ദി. ഒരു കുറ്റാന്വേഷണ നോവലിൽ ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതിലൂടെ കഥയുടെ ഭാഗങ്ങളൊന്നും റിവീൽ ആവരുത് എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിലെ 3 കുറ്റകൃത്യങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗം ഞാനൊന്ന്, അതിലൊരു ചെറിയ പാരഗ്രാഫ് ഞാനൊന്ന് അവതരിപ്പിക്കാം. ഇതിന്റെ സന്ദർഭം എന്ന് വെച്ചാൽ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ്, കൂടെയുള്ള ഒരു മറ്റൊരു പോലീസ് സർജൻ. അപ്പൊ അവിടെ കുറ്റകൃത്യത്തിന് അപ്പുറം ഇവര് തമ്മിൽ ഉള്ള ബന്ധം ഒന്ന് എക്സ്പ്ലോർ ചെയ്യപ്പെടുകയാണ്. അപ്പോ ഈ സുഹൃത്തായ ഫോറൻസിക് സർജൻ ഒന്ന് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് നായകൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, വേറിട്ട അളവുകളിലുള്ള മൃഗവാസനകൾ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും നിങ്ങൾക്കും ഇവൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും. എന്നാൽ അത് വെച്ച് മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് അധികം ആരും ചിന്തിക്കുകയില്ല. അത്തരം വികാരങ്ങളെ അതിജീവിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ ശരിയായ അർത്ഥത്തിൽ മനുഷ്യനെന്ന് വിളിക്കൂ. അത്തരത്തിലുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റു മനുഷ്യരോട് നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. ഇവൾക്ക് അർഹിച്ച നീതി കൊടുക്കാൻ നിങ്ങളെക്കാൾ യോഗ്യനായ മറ്റാരാണുള്ളത്. എന്നിട്ട് നായകൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു മടി കാരണം നമ്മുടെ ഫോറൻസിക് സർജനായ നായകന്റെ സുഹൃത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നായകൻ ഇങ്ങനെ പറയുന്നത്. അപ്പോ നായകൻ പുറത്തു പോയപ്പോൾ മറ്റേ ഫോറൻസിക് സർജൻ അവിടെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങുകയാണ്. അയാൾ അവളുടെ വലതു കണ്ണ് തുറന്നു. കഴുത്തു ഞെരിച്ചതിന്റെ ഭാഗമായി അതിന്റെ വെള്ളയിൽ ചെറിയ രക്തപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. വറ്റിപ്പോയ തടാകത്തിൽ ചത്തുമലർന്നു കിടക്കുന്ന മത്സ്യത്തെ പോലെയുള്ള ആ കണ്ണ് അയാളെയും ശ്വാസം മുട്ടിച്ചു. അയാളിൽ നിന്ന് അറിയാതെ ഉതിർന്ന ഒരു മിഴുനീർത്തുള്ളി കൃത്യമായി അവളുടെ കണ്ണിൽ പതിച്ചു. പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ ആ നയനം അല്പസമയത്തേക്ക് തിളങ്ങി നിന്നു. ടോണി മൂർച്ചയേറിയ സർജിക്കൽ സ്കാൽപ്പൽ കയ്യിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന്റെ തിയറിയും പ്രാക്ടിക്കലുമെല്ലാം അയാൾ കോളേജ് പഠനത്തിനിടെ മനഃപ്പാഠമാക്കിയതാണ്. എങ്കിലും മൃതശരീരങ്ങളുടെ ജീവനെക്കുറിച്ച് അയാൾ അത്ര ആഴത്തിൽ പഠിച്ചത് അന്നു മാത്രമാണ്. ഈ നോവലിൽ രജത്താർ പല ഘട്ടങ്ങളിൽ, അതിൽ ഒരു ഭാഗത്ത് പോസ്റ്റ്മോർട്ടം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആമാശയം തുറക്കലടക്കമുള്ള കാര്യങ്ങൾ, ആ ആമാശയം തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, കഴിച്ച ഭക്ഷണം, രുചിച്ച രുചികൾ, കഴിച്ച ദ്രാവകം, അതൊക്കെ ഏതൊക്കെ രീതിയിൽ പിന്നീട് ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കേരളത്തിലുടനീളം ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും സംഭാഷണങ്ങളുമൊക്കെ കഥാപാത്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുകയാണെങ്കിൽ ആ പോലീസുകാരനെതിരെയും അല്ലെങ്കിൽ അതേപോലെയുള്ള പോലീസുകാർക്കെതിരെയും മയക്കുമരുന്ന് മാഫിയ പകരം വീട്ടുന്നത് പലപ്പോഴും അവരുടെ മക്കളെയൊക്കെ, ആ പോലീസുകാരുടെ മക്കളെയൊക്കെ മയക്കുമരുന്നിനെ അടിമയാക്കുകയും അതിൻ്റെ ഏജൻറ്റുമാരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു എഴുത്തിലേക്ക് അങ്ങനെ ഭാഗമായിട്ടുണ്ടോ? അത് പൂർണ്ണമായും ഫിക്ഷന്റെ ഒരു സാധ്യത ആണ് അതിൽ ഉപയോഗിച്ചത്.
അതായത് ഇങ്ങനെ ഒരു നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ലഹരി ഉപയോഗം ഒരുപാട് കൂടുകയാണെങ്കിൽ അതിനോടനുബന്ധമായിട്ട് എന്തൊക്കെ ക്രൈമുകൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്തയിൽ നിന്ന് ഇങ്ങനെയും സംഭവിക്കാമല്ലോ എന്ന് പൂർണ്ണമായും ഭാവന ഉപയോഗിച്ച് എഴുതിയ ഒരു കാര്യമാണ് അത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളിലും തന്നെയും ഇപ്പൊ ഹിറ്റായ ചിത്രങ്ങളിലൊക്കെ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പുസ്തകം വായിച്ചിട്ട് പറയുകയുണ്ടായി. അപ്പൊ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഇനിയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. സിനിമയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അൽമല്ലു പോലെയുള്ള സിനിമയുടെ കഥ ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഇത്തരം ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് പോലുള്ള ത്രില്ലർ എന്ന് പറയുമ്പോൾ മറ്റ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ചില സിനിമകളിൽ ഉള്ളതുപോലുള്ള കേവലമായ അക്രമങ്ങൾ മാത്രമല്ലാത്ത ശാസ്ത്രീയമായിട്ടൊരു കുറ്റകൃത്യത്തിൻ്റെ പിറകെ പോകുന്ന കഥകൾക്ക് സിനിമയിൽ വലിയ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും തോന്നുന്നുണ്ട്. ശാസ്ത്രം വളരുന്നതനുസരിച്ച് നമ്മളുടെ പഠന ക്രമങ്ങളിലും എല്ലാം ഒരുപാട് ശാസ്ത്രീയതയും ഇതുപോലെയുള്ള മേഖലകളെ പരിചയപ്പെടുത്തുന്നതും എല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ടോ, എന്തൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ടോ, അതെല്ലാം വീക്ഷിക്കുന്ന ഒരു വലിയ തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നമുക്കറിയാം ഇത്തരത്തിലുള്ള കഥകളും ആ ടെക്നോളജിയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്, അവരൊരുപാട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്താൽ തീർച്ചയായും അതിന് ഒരു വായനക്കാരും നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്ത് വായിക്കുന്ന ഒരു വായന സമൂഹം ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായും തോന്നുന്നുണ്ട്. രജത് ആർ എന്നുള്ളതിനെ നമ്മൾ താഴെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എഴുത്തുകാരൻ എന്ന് മാത്രമാണെങ്കിലും ഡോക്ടർ രജത് ആർ എന്ന നിലയ്ക്ക് ശരീരശാസ്ത്രത്തിലും അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലുമായിട്ടൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ജേണലുകളിൽ 12 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. ഇപ്പോൾ കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അനാറ്റമി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഉള്ള പലതരം വായനക്കാരുടെ അഭിപ്രായങ്ങൾ താങ്കളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ. അത് ചെറുപ്പക്കാരായിട്ടുള്ള ഏറ്റവും പുതിയ തലമുറയിൽ പെട്ടിട്ടുള്ള വായനക്കാരുണ്ടാവും, അതേപോലെ തന്നെ നിലവിൽ കുറ്റാന്വേഷണ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപക്ഷെ താങ്കളുടെ മുന്നിൽ ആശുപത്രിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് വരുന്ന പേഷ്യൻസ് പോലും ഇതൊരു എഴുത്തുകാരൻ കൂടിയാണ് മുമ്പിലിരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടോ ഈ കാലത്തിനിടയ്ക്ക്? പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഏതാണ്ട് ഒരു 4-5 വർഷം ആയി എഴുത്തിലേക്ക് കടന്നിട്ട്. അപ്പോ അങ്ങോട്ടുള്ള ഈ പറഞ്ഞ ഒരു പ്രതികരണങ്ങൾ പല രീതിയിൽ അത് ഇവോൾവ് ചെയ്ത് വരുന്നതും എല്ലാം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലർക്ക് എപ്പോഴും ക്രൈം നോവലിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു വായന വേണം. അപ്പൊ അതിനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കുമ്പോൾ അത് ആദ്യം അവർക്ക് ഒരുപക്ഷെ അത് വായിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിന്ന് പറയാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ആ പരീക്ഷണ ഭാഗങ്ങൾ പിന്നീട് ഉള്ള വായനകളിലും അടുത്ത നോവലുകളൊക്കെ വരുമ്പോൾ അതിലേക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശാസ്ത്രീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടം ആയി എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ചിലർ ഈ ശാസ്ത്രീയതയും കലയും കൂടി ചേരുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരുടെ അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം എപ്പോഴും സമൂഹത്തിലെ വ്യത്യസ്തത ആണ് നമ്മളെ നിലനിർത്തുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോ പല കോണുകളിൽ നിന്ന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ ഇതിൽ ചില കാര്യങ്ങളോടുള്ള അവരുടെ യോജിപ്പുകൾ അതെല്ലാം ഒരുപാട് സന്തോഷം തരുന്നത് തന്നെയാണ്. ഈ ക്രൈം ത്രില്ലറുകൾ എഴുതുമ്പോഴുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതിൽ നിറയെ സംഭവഗതികൾ ഉണ്ടായിരിക്കും, അതിൻ്റെ പിരിമുറുക്കം നിലനിർത്തേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും അതിൻ്റെ സാഹിത്യ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ കുറ്റാന്വേഷണത്തിൽ എത്രത്തോളം സാഹിത്യം ഉണ്ട്, എത്രത്തോളം സാഹിത്യമാവാം എന്നുള്ള സംഭാഷണങ്ങൾ, ചർച്ചകളൊക്കെ പല ഘട്ടങ്ങളിൽ നടക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ പുസ്തകത്തെ സംബന്ധിച്ചിട്ട് എനിക്ക് അതിൻ്റെ വായനാനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, ഓരോ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട ചില സംഭവഗതികൾ കഴിഞ്ഞ് അടുത്തതിലേക്ക് തിരിയുന്നതിന് മുമ്പ് ആ അവസാനത്തെ ഓരോ വരികളിലും അതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്ന് അടുത്തതിലേക്ക് കൊളുത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ആ കുറ്റാന്വേഷകൻ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആ ചോരയുടെ മണം അയാളെ പിന്തുടർന്നു.
അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ താങ്കൾ വായിച്ച അധ്യായത്തിൽ തന്നെയാണെങ്കിൽ ആ കഴുത്തിൻ്റെ താഴെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തടാകത്തിലെ ചത്തുമലച്ച ഒരു മത്സ്യത്തിൻ്റെ കണ്ണ് പോലെ അവളുടെ കണ്ണുകൾ, അങ്ങനെ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളാണ് അവിടെ ഈ പരമ്പരാഗത രീതിയിലുള്ളൊരു സാഹിത്യ വരികളായിട്ട് വരുന്നത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായും കുറ്റാന്വേഷണ നോവലിന്റെ ഒരു പരിമിതി എപ്പോഴും നമ്മൾ ഒരു പ്ലോട്ട് അനുസരിച്ച് നമ്മൾ എഴുതണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചട്ടക്കൂടിനകത്ത് ഇത് എന്തായാലും നിൽക്കണം. അപ്പം ഇത് വായിക്കുന്ന ആളുടെ ചിന്തകളെ ഒരു പരിധിക്കപ്പുറം അത് സ്വതന്ത്രമാക്കി വിടുന്നില്ല എന്നതാണ് നമ്മൾ എപ്പോഴും ഇതിന്റെ ഒരു പരിമിതി ആയിട്ട് പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിരീക്ഷിച്ചതെന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും നമ്മൾ പരിമിതി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കും ഒരു അതിനെ നമ്മൾ ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ ശക്തിയായി വരാനും മതി. അപ്പൊ ഈ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ ഒരു കുറ്റകൃത്യം അതിൻ്റെത് എന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ അതില് ഉള്ള മനുഷ്യർ, അവരുടെ ചിന്താഗതികൾ, അതെങ്ങനെ ഈ കുറ്റകൃത്യത്തിലേക്ക് നീങ്ങി എന്നുള്ള കാര്യങ്ങളെയും കൂടി എക്സ്പ്ലോർ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് പരീക്ഷണത്തിനുള്ള ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. ഈ ഒരു ചട്ടക്കൂട് എന്ന് നമ്മൾ പറയുമ്പോഴും അത് നമുക്ക് മുന്നിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു വെക്കുന്നുണ്ട്. അത്തരം സാധ്യതകൾ പരീക്ഷിക്കാനുള്ള ഒരു താല്പര്യത്തിലും കൂടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ കുറച്ച് പുസ്തകങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയും ആ പരീക്ഷണം തുടരണം എന്നാണ് ആഗ്രഹം. കുറച്ച് പുസ്തകങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അതിന് മാത്രമുള്ള കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയല്ല. കുറ്റകൃത്യങ്ങളുടെ അളവ് നമ്മുടെ സമൂഹത്തിൽ കുറയട്ടെ എന്ന് മാത്രമല്ല, ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് പോലെയുള്ളൊരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത്, ഏത് വലിയ കുറ്റകൃത്യത്തിലും പിടിക്കപ്പെടില്ല എന്ന് നിശ്ചയമായിട്ടും കുറ്റവാളികൾ വിചാരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ പിറകെയും ചെന്ന് ചേർന്ന് അതിസൂക്ഷ്മമായിട്ടുള്ള ഫോറൻസിക് മെഡിസിൻ്റെ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്താൻ കഴിയുമെന്നുള്ള വലിയ തെളിവ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം, രജത് ആർ എഴുതിയ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന 160 താളുകളുള്ള ഈ നോവലിൻ്റെ വില 220 രൂപയാണ്. ഈ നോവലിൻ്റെ രചയിതാവ് നമ്മോടൊപ്പം വന്നു. ഈ നിമിഷം നമ്മോടൊപ്പം സംസാരിച്ചതിനെല്ലാം നന്ദിയും അറിയിക്കട്ടെ. ഈ പുസ്തകത്തിലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ന്യായരഹിതമായ ലോകത്ത് നീതി ലഭിക്കുന്നവൻ്റെ അനുഭൂതി എന്നത്. ഇത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലും പുറത്തും പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് വരുന്നു. അങ്ങനെ ന്യായരഹിതമായ ലോകത്ത് നീതി ലഭിക്കുന്ന അപൂർവമോ മറ്റോ ആയിട്ടുള്ള ആ സന്ദർഭം, അതുണ്ടാക്കുന്ന അനുഭൂതി, ആ അനുഭൂതിക്കൊപ്പമാണ് ഈ പുസ്തകം നിൽക്കുന്നത് എന്ന് സൂചിപ്പിച്ച് രജത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.